നമസ്കാരം. ഒറ്റ രാത്രി കൊണ്ട് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ച ഒന്നാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വീട് വളഞ്ഞ അറസ്റ്റിലൂടെ പോലീസ് താരമാക്കിയത് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെയായിരുന്നു. ആ അറസ്റ്റിന് ശേഷം രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ ചിത്രമേ മാറിപ്പോയി. അതിനു സമാനമായ രാഷ്ട്രീയ നേട്ടമാണിപ്പോൾ അറസ്റ്റിലൂടെ അൻവറിനും കിട്ടിയിട്ടുള്ളത്. ഈ നേട്ടം മുൻകൂട്ടി കണ്ടാണ് അറസ്റ്റ് ചെയ്ത് ഉടൻ ജാമ്യത്തിന് പോലും ശ്രമിക്കാതെ അൻവർ ഒരു രാത്രി ജയിലിൽ കഴിച്ചുകൂട്ടിയതും. മാസങ്ങൾക്ക് മുമ്പ് വരെ ഇടതിനൊപ്പം നിന്ന ഒരു MLA, അതും ഇപ്പോൾ കണ്ണിലെ കരടായതിനാൽ അൻവറിന്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സമീപകാലത്ത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്കുമെതിരെ തിരിഞ്ഞ അൻവറിന്റെ വായടപ്പിക്കുക എന്നത് സർക്കാരിന്റെയും CPM-ന്റെയും പരമപ്രധാനമായ ലക്ഷ്യമായിരുന്നു. കിട്ടിയ അവസരം സർക്കാർ ഉപയോഗപ്പെടുത്തിയെങ്കിലും അതിന് തിരഞ്ഞെടുത്ത വഴിയും സമയവും തെറ്റിപ്പോയെന്നാണ് പലയിടത്തു നിന്നും ഉയർന്ന അഭിപ്രായം. രാഷ്ട്രീയത്തിൽ അൻവറിന്റെ പ്രസക്തിയും നിലനിൽപ്പും ചോദ്യചിഹ്നമായി നിന്ന സമയത്ത് അൻവറിനടിച്ച ബമ്പർ ലോട്ടറിയാണ് ഈ അറസ്റ്റ്. പൊതുമുതൽ നശിപ്പിക്കുന്നത് ആരായാലും ഏത് വലിയ നേതാവായാലും അവരെ അറസ്റ്റ് ചെയ്ത് നഷ്ടം ഈടാക്കി ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതിനെതിരെയായിരുന്നു ഇത്ര ധൃതിയും ഇത്ര വലിയ പോലീസ് സന്നാഹങ്ങളും എന്നാണ് അറിയേണ്ടത്. സമരത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാർ പൊതുമുതൽ നശിപ്പിക്കുന്നതെല്ലാം മിക്ക കേസുകളിലും പതിവായി കാണുന്നതാണ്. എന്നാൽ അത്തരമൊരു കേസിൽ വീട് വളഞ്ഞ് നൂറുകണക്കിന് പോലീസുകാരെ ഇറക്കി ഒരു MLA ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നത് മുമ്പൊന്നും കണ്ടിട്ടില്ല. പൊതുമുതൽ നശിപ്പിച്ച കേസുകളിൽ പ്രതിയായ പലരും മന്ത്രിസഭയിൽ വരെയുള്ളപ്പോഴാണ് ഇത്ര ധൃതിപെട്ട് അൻവറിന്റെ അറസ്റ്റ്. ഏകദേശം 35,000 രൂപയുടെ നഷ്ടം അൻവറിന്റെ പാർട്ടിക്കാർ ഫോറസ്റ്റ് ഓഫീസിൽ ഉണ്ടാക്കിയെന്നാണ് കണക്ക്. നിയമസഭയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ ഉണ്ടാക്കിയ 2.5 ലക്ഷം നഷ്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വെറും 35,000. അവിടെ ഒരു MLA പോലും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് ഇവിടെ അൻവറിന്റെ അറസ്റ്റ് എന്ന് ആരെങ്കിലും പരിഹസിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. തിടുക്കപ്പെട്ട അറസ്റ്റിലൂടെ സർക്കാർ അൻവറിനോടുള്ള പക വീട്ടുകയായിരുന്നു എന്ന ചോദ്യം ഉയർന്നതും അതുകൊണ്ടാണ്. കലാപക്കൊടി ഉയർത്തി നേരത്തെ LDF വിട്ട അൻവർ പ്രതിപക്ഷത്തൊരു സ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും UDF അടുപ്പിച്ചിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടിയുടെ കേരള ഘടകമായി മാറി UDF-ലേക്ക് ഒരു ലാറ്ററൽ എൻട്രിക്കും അൻവർ ശ്രമിച്ചിരുന്നു. ഇതൊന്നും നടക്കാതെ വന്നതോടെയാണ് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പിൽ വരെ ഭാഗ്യം പരീക്ഷിച്ചത്. എന്നാൽ അതൊന്നും വേണ്ട വിധം ഫലം കണ്ടില്ല. ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുമുള്ള ആരോപണ ശരങ്ങളുടെ സീസൺ അവസാനിച്ചതോടെ പതിയെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന അൻവറിനാണിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയന്ത്രിക്കുന്ന പോലീസിലൂടെ പുതുജീവൻ കിട്ടിയത്. വിവാദങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയ CPM-ന്റെ നേരെ തിരിഞ്ഞുകുത്തിയ ഒന്നായി മാറി ഇപ്പോഴത്തെ അറസ്റ്റ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ പോരാട്ടത്തിൽ ഇതുവരെയും പ്രതിപക്ഷത്തിന്റെ പരസ്യ പിന്തുണ അൻവറിനുണ്ടായിരുന്നില്ല. ആ അവഗണനയിൽ നിന്നും UDF-ന്റെ ധാർമ്മിക പിന്തുണ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് ഒറ്റ അറസ്റ്റ് കൊണ്ടാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം അറസ്റ്റിനെ അപലപിച്ചു. ലീഗ് നേതാക്കളും അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തി. പത്രസമ്മേളനം വരെ വിളിച്ച് മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴൊന്നും അൻവറിന് സാധ്യമാകാതിരുന്ന പ്രതിപക്ഷ പിന്തുണയാണ് ഒറ്റ രാത്രി കൊണ്ട് പോലീസ് സാധ്യമാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ അൻവർ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് സർക്കാർ തന്നെ ഇങ്ങനെയൊരു തിരിച്ചുവരവിന് അൻവറിന് അവസരമൊരുക്കിയത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തനിക്ക് പിന്തുണ നൽകിയ UDF നേതാക്കളുടെ പേരെടുത്ത് നന്ദി പറയാനും അൻവർ മടിച്ചിരുന്നില്ല. പിണറായി സത്തെ തകർക്കാൻ UDF-മായി കൈകോർക്കുന്ന പ്രതികരണവും അൻവറിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം മുന്നണി പ്രവേശനം സാധ്യമാകുമോ എന്നതും കണ്ടറിയണം. അറസ്റ്റിൽ പിന്തുണ കൊടുത്തെങ്കിലും അൻവറിന് മുന്നണിയിലേക്കുള്ള വാതിൽ തുറന്നിടേണ്ടെന്ന അഭിപ്രായമുള്ള നേതാക്കളും കോൺഗ്രസിലുണ്ട്. ചെന്നിത്തലയും സുധാകരനും അൻവറിന്റെ UDF പ്രവേശനത്തിന് അനുകൂലമാണെങ്കിലും സതീശന് എതിർപ്പുണ്ട്. ലീഗിനും അൻവറിനോട് മൃദു സമീപനമാണ്. അൻവറിന്റെ കാര്യത്തിൽ അടുത്ത UDF യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനം വന്ന് ഒട്ടും വൈകാതെ VD സതീശൻ എതിർപ്പറിയിച്ചിരുന്നു. UDF ചെയർമാനായ താൻ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് സതീശൻ തുറന്നടിച്ചത്. അതിനാൽ സതീശന്റെ നിലപാടായിരിക്കും അൻവറിന് മുന്നണി പ്രവേശനത്തിൽ നിർണായകമാവുക എന്നതാണ് വിലയിരുത്തൽ. വനനിയമം ആയുധമാക്കിയാണ് ജയിൽ മോചിതനായ അൻവർ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ഉന്നയിക്കുന്ന വിഷയമാണ് അൻവർ ഏറ്റെടുക്കുന്നത്.